വിദ്യാഭ്യാസ വകുപ്പിൽ അസാധാരണ സ്ഥലമാറ്റത്തിൽ പ്രതിഷേധവുമായി NGO യൂണിയൻ. സ്ഥലമാറ്റങ്ങൾ നിയമവിരുദ്ധമെന്ന യൂണിയന്റെ ആരോപണം. പെരുമാറ്റച്ചട്ട ലംഘനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇടപെടണമെന്നും ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും NGO യൂണിയൻ പറയുന്നുണ്ട്. ഗോപാൽ ശീലാസനിൽ വിവരങ്ങൾ നൽകും. ഗോപാൽ, അപ്പോൾ പെരുമാറ്റച്ചട്ട ലംഘനം ഇതിലുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കാനാണ് ഇടത് യൂണിയനുകളുടെ തീരുമാനം? ഷിഹാസ്, ഭരണമാറ്റത്തിന് പിന്നാലെ പല വകുപ്പുകളിലും അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമം UDF-ഉം അതുമായി അനുബന്ധപ്പെട്ട സംഘടനകളും നടത്തുന്നു എന്ന ആരോപണമാണ് ഈ ഘട്ടത്തിൽ NGO യൂണിയൻ മുന്നോട്ട് വെക്കുന്നത്. അതായത് വിദ്യാഭ്യാസ വകുപ്പിൽ ഇന്നലെ 2 ഉത്തരവുകൾ പുറത്തിറങ്ങിയിരുന്നു. ആ ഉത്തരവുകളിൽ 2ഉം NGO അസോസിയേഷന്റെ ആവശ്യപ്രകാരം അവരുടെ ഇഷ്ടക്കാരെ സ്ഥലം മാറ്റി നിയമിക്കുന്നു എന്നതാണ് ഈ NGO യൂണിയൻ ആരോപിക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പിലെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറേറ്റിൽ 5 ഉദ്യോഗസ്ഥരെയും അതോടൊപ്പം തന്നെ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 6 ഉദ്യോഗസ്ഥരെയാണ് സ്ഥലം മാറ്റി നിയമിക്കാൻ തീരുമാനമെടുത്തത്. ഈ തീരുമാനം ഉത്തരവായി പുറത്തിറങ്ങിയതിന് പിന്നാലെ തന്നെ വിവിധ സംഘടനകൾ, അതായത് ഇടത് സംഘടനകളുടെ ഒരു കൺസോഷ്യമായിട്ടുള്ള ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സ് അസോസിയേഷൻ ഇതിൽ കടുത്ത അമർഷം രേഖപ്പെടുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്നും സംസ്ഥാനത്തെ സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള നടപടിയാണ് എന്നതുമാണ് ഈ സംഘടന കടുത്ത പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങളുടെ പോക്ക്. ഗോപാലാണ് വിവരങ്ങൾ നൽകിയത്.